സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FM-ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ 12, കൊല്ലവർഷം 1201, കന്നി 26 ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് തൊഴിൽമേള സംഘടിപ്പിച്ചു. ദേശീയപാത 66 പുതുവത്സര സമ്മാനം പൂർത്തിയാകുന്ന റീച്ചുകളുടെ ഉദ്ഘാടനം ജനുവരിയിൽ. ലോക പ്രമേഹ ദിനം 2025 ഗസ്റ്റ് ഹീറോ കോൺടെസ്റ്റ് നിങ്ങൾക്കും അവസരം. സാഹിത്യ നോബൽ ലാസ്ലോയ്ക്ക്. ഹരിത കേരളം മിഷന്റെ മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം കാന്തല്ലൂർ വാർഡിന്. വാർത്തകൾ വിശദമായി. പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് തൊഴിൽമേള സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാന കേരളം ജനകീയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാറശാല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീയുടെ സഹകരണത്തോടെ ഒക്ടോബർ 9 രാവിലെ 9 പാറശാല ജയമകേഷ് ഓഡിറ്റോറിയത്തിൽ വെച്ച് തൊഴിൽമേള സംഘടിപ്പിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം കഴിഞ്ഞവർക്കും തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കഴിഞ്ഞവർക്കും പങ്കെടുക്കുവാൻ സാധിച്ചു. 2000-ഓളം ഉദ്യോഗാർത്ഥികൾ ഈ തൊഴിൽമേളയിൽ രജിസ്റ്റർ ചെയ്തു. ദേശീയപാത 66 പുതുവത്സര സമ്മാനം പൂർത്തിയാകുന്ന റീച്ചുകളുടെ ഉദ്ഘാടനം ജനുവരിയിൽ. കേരളത്തിന്റെ ദേശീയപാത 66ന്റെ നിർമ്മാണം പൂർത്തിയാകുന്ന റീച്ചുകൾ ജനുവരിയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയുടെ പ്രവർത്തനോദ്ഘാടനവും ജനുവരിയിൽ നടത്തും. ദേശീയപാത 66നായി ഭൂമി ഏറ്റെടുത്ത വകയിൽ സംസ്ഥാന സർക്കാരിന് ചെലവായ തുകയിൽ 237 കോടി രൂപ എഴുതിത്തള്ളാനും മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഗഡ്കരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തീരുമാനമായെന്ന് റിയാസ് അറിയിച്ചു. ദേശീയപാത 66ന്റെ 450 കിലോമീറ്ററിലധികം ഏതാണ്ട് 70% പൂർത്തിയായി. 16 റീച്ചുകളും ജനുവരിക്ക് മുമ്പ് തീർക്കാൻ ശ്രമിക്കും. ഇതിനായി ഈ മാസം ഡൽഹിയിലെ ഗഡ്കരി കരാറുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിക്കും. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് ഗസ്റ്റ് ദ ഹീറോ കോൺടെസ്റ്റ്. റൈറ്റ് ആൻസർ വിൻസ് എക്സൈറ്റിംഗ് ഗിഫ്റ്റ്സ്. ഉത്തരം ഒക്ടോബർ 12 മുമ്പ് അയക്കുക. ഒരാൾക്ക് ഒരു ഉത്തരം മാത്രം. വിജയെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സരസ്വതി ഹോസ്പിറ്റൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9633062853. സാഹിത്യ നോബൽ ലാസ്ലേക്ക്. ഈ വർഷത്തെ സാഹിത്യ നോബൽ പുരസ്കാരം ഹംഗേറിയൻ നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ ക്രാസ്നോ ഹോർക്കയ്ക്ക്. ദുരന്തത്തിന്റെ ഭീകരതയുടെ നടുവിൽ കലയുടെ ശക്തിയെ ഉറപ്പിക്കുന്നതിനായാണ് അദ്ദേഹത്തിന്റെ ആകർഷകവും ദർശനാത്മകവുമായ സൃഷ്ടികളെന്ന് പുരസ്കാരം പ്രഖ്യാപിച്ച റോയൽ സ്വീഡിഷ് അക്കാദമി പറഞ്ഞു. 11 മില്യൺ സ്വീഡിഷ് ക്രോണറാണ് പുരസ്കാരത്തുക. ഉത്കണ്ഠ, അരക്ഷിതാവസ്ഥ, വിഷാദം തുടങ്ങിയ തീമുകളിലുള്ള സങ്കീർണവും വെല്ലുവിളികൾ നിറഞ്ഞതുമായ പോസ്റ്റ് മോഡേൺ സാഹിത്യ നോവലുകളാണ് ലാസ്ലോയുടെ പ്രത്യേകത. 1985-ലാണ് ലാസ്ലോയുടെ ആദ്യ നോവലായ സാത്താൻ ഡാൻകോ പുറത്തിറങ്ങിയത്. പുസ്തകം 2012 ബ്രിട്ടീഷ് എഴുത്തുകാരൻ ജോർജ് C.R. ടിഷ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. ലാസ്ലോയുടെ ദ മെലൻകോലി ഓഫ് റെസിസ്റ്റൻസ് എന്ന നോവലടക്കം ശ്രദ്ധ നേടിയിരുന്നു. കാന്തല്ലൂർ വാർഡിന് ഇത് അഭിമാന നിമിഷം. സംസ്ഥാനത്തെ മികച്ച പച്ചത്തുരുത്തുകൾക്ക് അവാർഡ് നൽകുന്ന ചടങ്ങിൽ മികച്ച പച്ചത്തുരുത്തുകളെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് കാരോട് ഗ്രാമപഞ്ചായത്തിൽ ലഭിച്ച അനുമോദന പത്രം ഹരിത കേരളം മിഷൻ എക്സിക്യൂട്ടീവ് വൈസ് ചെയർപേഴ്സൺ ശ്രീമതി സീമയിൽ നിന്നും കാന്തല്ലൂർ വാർഡ് മെമ്പർ ശ്രീമതി അശ്വതി പ്രമോദ് ഏറ്റുവാങ്ങി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഫലവൃക്ഷത്തൈ പരിപാലന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ 4 വർഷങ്ങളിലായി വാർഡിൽ 1450ഓളം തൈകൾ നട്ടുപരിപാലിച്ചു വരുന്നു. പീനട്ട്, പിസ്ത, പേര, ചാമ്പ, മിറാക്കിൾ ഫ്രൂട്ട്, അമ്പഴങ്ങ, പ്ലാവ്, മാവ്, ചെറി, ലവ്ലോലിക്ക, ഞാറ, അത്തി, ആത്തി, മുന്തിരി, ആപ്പിൾ, ഓറഞ്ച്, ഡ്രാഗൺ ഫ്രൂട്ട്, സീതപ്പഴം, മുട്ടപ്പഴം, ബ്ലൂബെറി തുടങ്ങിയ വൈവിധ്യമാർന്ന ഫലവൃക്ഷ തൈകൾ നട്ടുപരിപാലിച്ചതിനാണ് പുരസ്കാരം. കൗതുക വാർത്തകൾ. പാകിസ്ഥാനെ നിർത്തിപ്പൊരിച്ച് വ്യോമസേനാ വിരുന്നിന്. റാവൽപിണ്ടി ചിക്കൻ ടിക്കയും മുരീദ് കെ ബീട്ട ഭാൻ, പുരാരി പനീർ, മേത്തി മലായ്, മുസാഫറാബാദ്, ഖൽഫി, ഫലൂദ, മുരീദ് കെ മീഠ പാൻ തുടങ്ങി ഇന്ത്യൻ വ്യോമസേനയുടെ 93-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന അത്താഴ വിരുന്നിന്റെ മെനുവാണ് ഇപ്പോൾ വൈറൽ. ഓപ്പറേഷൻ സിന്ദൂറിൽ തകർത്ത പാക് വ്യോമസേന താവളങ്ങളുടെ പേരുകളാണ് വിഭവങ്ങൾക്ക് നൽകിയത്. പകരം വയ്ക്കാനില്ലാത്തതും പ്രതിരോധിക്കാനാവാത്തതും കൃത്യതയുള്ളതും എന്ന വിശേഷണത്തോടെയാണ് മെനു പുറത്തിറക്കിയത്. രാജ്യത്തിന് നേരെയുള്ള ഒരു ചെറിയ വെല്ലുവിളിയും വെച്ചു പൊറുപ്പിക്കില്ലെന്നുള്ള പാകിസ്ഥാനുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലായി ഈ മെനു മാറി. കായികം. സംസ്ഥാന സ്കൂൾ കായികമേള. ഈ മാസം 21 മുതൽ 28 വരെ തലസ്ഥാനത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസഡറായി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ഫൗണ്ടേഷനാണ് കായികമേളയുടെ എനർജി പാർട്ണർ. തങ്കു എന്ന് പേരിട്ട അണ്ണാനാണ് മേളയുടെ ഭാഗ്യചിഹ്നം. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ S.K. അജയ്കുമാർ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്നത് പ്രമേഹം മൂലം തോളിലെ സന്ധികൾക്ക് വരുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നീണ്ടു നിൽക്കുന്ന പ്രമേഹം ശരീരത്തിൽ ഒരുപാട് കോംപ്ലിക്കേഷനുകൾ ഉണ്ടാക്കുന്നു. അതിൽ പലരും ശ്രദ്ധിക്കാത്തതും എന്നാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ ഒരു അസുഖമാണ് പെരി ആർത്രൈറ്റിസ് ഷോൾഡർ. സാധാരണ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ വരുന്ന നീർവീഴ്ചയെ ആർത്രൈറ്റിസ് എന്ന് പറയും. ഇത് പെരി ആർത്രൈറ്റിസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ജോയിൻറ്റിൻ്റെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ കാരണം ജോയിൻറ്റിനകത്ത് നീർവീഴ്ച വരുന്നത് ആണ്. അതായത് സാധാരണയായി തോളിലെ ജോയിൻറ്റിനെയാണ്, ഷോൾഡർ ജോയിൻ്റാണ് ഇത് കാരണം ഇൻവോൾവ് ചെയ്യുന്നത്. രോഗിക്ക് തുടക്കത്തിൽ കൈ പൊക്കുമ്പോൾ പൂർണ്ണമായും പൊക്കാൻ കഴിയാതിരിക്കുക,
കുറച്ച് കഴിഞ്ഞ് തോളിൽ വേദന വരിക, അങ്ങനെ മെല്ലെ മെല്ലെ അത് കൂടിയിട്ട് തോൾ അങ്ങ് ഉറച്ചു പോവുകയും കൈയുടെ ചലനം വളരെയധികം ബാധിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് കൈ പിന്നിലേക്കെടുത്ത് തലമുടി കെട്ടാനോ എന്തിനേറെ ഒന്ന് പുറം ചൊറിയാനോ പോലും കഴിയാത്ത രീതിയിൽ ഷോൾഡർ ജോയിൻ്റ് ഉറച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകാം. അതിനോടൊപ്പം നല്ല വേദനയും രോഗിക്കുണ്ടാകും. അപ്പോൾ എന്ത് ആണ് ഇതിന് ചെയ്യേണ്ടതെന്നല്ലേ? നമ്മുടെ പ്രമേഹം ഈ ഷോൾഡർ ജോയിൻറ്റും അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലും അതിൻ്റെ ഇലാസ്റ്റികതയെ നശിപ്പിക്കുമ്പോഴും അതിനെ ഗ്ലൈക്കോസിലേഷൻ ഓഫ് സോഫ്റ്റ് ടിഷ്യൂസ് എന്ന് പറയും. കൂടാതെ ജോയിൻറ്റിൻ്റെ ചുറ്റുമുള്ള മാംസഭാഗങ്ങൾ, മസിലിൻ്റെ അറ്റം, ടെൻഡൻ തുടങ്ങിയവയ്ക്ക് നീർവീഴ്ച ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ ജോയിൻ്റ് ക്രമേണ അതിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ട് ഉറച്ചു പോകുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണം. ഷുഗർ കർശനമായി നിയന്ത്രിക്കുക. തുടക്കത്തിൽ തന്നെ ഇത് തിരിച്ചറിഞ്ഞ് ഷോൾഡറിന് വ്യായാമം നൽകി അല്ലെങ്കിൽ ചലനം ഉണ്ടാക്കി അനക്കിയെടുത്ത് ആ ഉറച്ചു പോകാതെ സൂക്ഷിക്കുക എന്നതാണ് ഇത് തടയാനുള്ള കാരണങ്ങൾ. ഇനി ഈ അസുഖം വന്നു പോയാൽ കൃത്യമായി അത് ചികിത്സിക്കുകയും ഷോൾഡറിന് ക്രമമായ വ്യായാമം കൊടുത്ത് അതിനെ അനക്കിയെടുക്കുകയും വേണ്ടത് അത്യാവശ്യമാണ്. അതിനെ ഒരു ഫിസിക്കൽ മെഡിസിൻ്റെയോ ഓർത്തോ ഡോക്ടറിൻ്റെയോ നിർദ്ദേശത്തോടു കൂടി ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഷോൾഡർ ജോയിൻറ്റിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. അതിലേറ്റവും പ്രധാനം നമ്മുടെ ശക്തമായ പ്രമേഹ നിയന്ത്രണം തന്നെയാണ്. ഓർക്കുക, പെരിയാർത്രൈറ്റിസ് ഷോൾഡർ നിസ്സാരമല്ല, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ്. തുടക്കത്തിലെ അത് തിരിച്ചറിയുക, അത് പ്രോഗ്രസ് ചെയ്യാതെ സൂക്ഷിക്കുക. പെരിയാർത്രൈറ്റിസ് ഷോൾഡർ. മറ്റൊരു വിഷയമായി അടുത്തയാഴ്ച കേൾക്കുന്നതുവരെ നന്ദി, നമസ്കാരം. നാളത്തെ പ്രധാന OP വിവരം. സർജൻ ഡോക്ടർ SK അജയ്കുമാർ രാവിലെ 9 മുതൽ 12 വരെ, ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ ആൻഡ് ഡോക്ടർ പ്രിയദർശിനി രാവിലെ 10 മുതൽ 12:30 വരെ, വൈകിട്ട് 4 മുതൽ 6 വരെ. ENT ഡോക്ടർ അതുൽ കൃഷ്ണ രാവിലെ 9 മുതൽ 1 വരെ, ഡോക്ടർ മോഹൻകുമാർ വൈകിട്ട് 5 മുതൽ 6:30 വരെ. ഫാമിലി മെഡിസിൻ ഡോക്ടർ ശിവകുമാർ രാവിലെ 9 മുതൽ 1 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻറ്റ്സിനും വിളിക്കൂ 9072442098 9495472598. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം പെരിയാർത്രൈറ്റിസ് ഷോൾഡറിന്റെ മറ്റൊരു പേര്. ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരും വരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം കൊണ്ട് കേൾക്കൂ.